വേണുഗോപാൽ മേനോൻ. ഞാനാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ എന്നുപരി ജയേട്ടൻ്റെ ആരാധകനും പാട്ടുകളോടുള്ള ഇഷ്ടം കൊണ്ട് ആണ് ഇത് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ലോകാന്തരത്തോളം വളർന്ന ജീവിതത്തെ ആധാരമാക്കി നിർമ്മിച്ച ഒരു കാവ്യ പുസ്തകം എന്ന ഡോക്യുമെന്ററിയോടുകൂടിയാണ് ഇന്നത്തെ ആദ്യത്തെ പ്രദർശനത്തിന് അരങ്ങുണരുന്നത്. പക്ഷെ അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ സിനിമയ്ക്ക് വേണ്ടി നമ്മളെ സഹായിച്ച വേണുഗോപാൽ മേനോനും എന്നെയും സഹായിച്ച രണ്ടുപേരെ കുറിച്ച് എനിക്ക് പാടി എനിക്ക് എപ്പോഴും തോന്നി ഇന്നല്ലെങ്കിൽ നാളെ ജയനൊരു വലിയ കാര്യം കൊള്ളാമല്ലോ എന്ന് തോന്നിയ ഒരു പാട്ട്, ഒന്നോ രണ്ടോ പാട്ടുകളുണ്ട്. അതിലൊരു പാട്ട് തൊട്ടേനെ ഞാൻ മനസ്സുകൊണ്ട് എന്നുള്ള പാട്ടാണെന്ന് പറഞ്ഞു. നീലക്കണ്ണുകളോ ദിനാന്ത മധുര സ്വപ്നങ്ങൾ തൻ ചന്ദന ചോലയ്ക്കുള്ളിൽ രാഗവിലോലെ നീ ഉറങ്ങൂ, രാശാക്കി ഒന്ന് കാണാതെ നെഞ്ചു. മെലോഡിയസ് ചരണം, ആ പാട്ടിന്റെ ചരണം. എന്തിനിത്ര നാളും ഫിലിം സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ ഒരു നിമിഷമാണ്. ശബ്ദമാധുര്യം, അതാ കൺസിസ്റ്റൻസി, അതങ്ങനെ കീപ്പ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുമുണ്ട്. അദ്ദേഹത്തിൻ്റെ മിക്കവാറും ജീവിതത്തിലെയും സംഗീതത്തിലെയും സിനിമയിലെയും കാര്യങ്ങളൊക്കെ എനിക്ക് എപ്പോഴും അന്നോടൊന്ന് അപ്പോൾ തന്നെ അപ്ഡേറ്റ് ഉണ്ടായിരുന്ന ഒരാളാണ്. അത്ര പോലും ഒരു കവിതയെ ശ്രദ്ധിക്കുന്ന, ഒരു പാട്ടിനെ ശ്രദ്ധിക്കുന്ന, ഒരു മനുഷ്യനെ ശ്രദ്ധിക്കുന്ന, ഒരു ആത്മാവിനെ ശ്രദ്ധിക്കുന്ന, ഒരു ആത്മഗീതം ആലപിക്കുന്ന ഒരു വ്യക്തി ഇനി ഈ ഭൂമിയിൽ പിറന്നാൽ നമുക്ക് ഭാഗ്യമാണ്. ഞാൻ അനിയനാണെങ്കിലും ശരി, ഞാൻ ചേട്ടനോട് ഞാനൊരു ചേട്ടൻ എന്നുള്ള അല്ലെങ്കിൽ ചേട്ടനോട് പെരുമാറാറുള്ളത്. എൻ്റെ ഉള്ളിൽ ജയചന്ദ്രൻ എൻ്റെ അനിയനാണ്, ഒരു കൊച്ചുകുട്ടിയുടെ അനിയനാണ്. നേരത്തെ നിങ്ങളൊക്കെ പറഞ്ഞ് ശരിയാണ്, ചെറിയൊരു ബാലൻ തന്നെയാണ്. എൻ്റെ മനസ്സിൽ ചേട്ടൻ ചെറിയ ബാലനാണ്. വിദ്യാസാഗറിൻ്റെ അടുത്ത് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, ഇതിൻ്റെ ജയചന്ദ്രൻ ഒരു പാട്ട് പാടണം. വിദ്യാസാഗറിനെ സംബന്ധിച്ചോളം ചേട്ടനോട് വലിയ താല്പര്യമായിരുന്നു.